അദ്ദേഹത്തിന്റെ എതിർപ്പ് പറഞ്ഞല്ലോ, അതിനപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ വെള്ളാപ്പള്ളി സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അത് മുതലാക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തോ ബാക്കിയുള്ളിടത്തോ പിന്തുണ കിട്ടാൻ മുസ്ലിം ലീഗിന് വെള്ളാപ്പള്ളിയുടെ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അവിടെ +2 പ്രവേശനത്തിൻ്റെ കാലത്ത് ഞാനിത് പറഞ്ഞതാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പ്രധാനമായും കൈകാര്യം ചെയ്തൊരു വകുപ്പ് വിദ്യാഭ്യാസമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള സീറ്റുകൾ അവിടെ ഇല്ലാത്തതിന് മറുപടി പറയേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല, നേരത്തെ ഇരുന്ന ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ആർക്കും ആലോചിച്ചാൽ അറിയുന്ന ഒരു കാര്യം അത്. അപ്പോൾ ഇത് മുഴുവൻ മലപ്പുറത്തിനെതിരായിട്ട് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പറയുന്നത് പിന്നീട് ലീഗാണ് എന്ന് പറയാം. അപ്പോൾ ലീഗ് പറയുകയാണിത് ഞങ്ങളല്ല പറയുന്നത്, ലീഗ് പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ പിന്നെ ലീഗ് അവർക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ നൗഷാദിൻ്റെ കാര്യത്തിൽ എന്താ ലീഗ് എന്താ മറുപടി പറയാത്തത്? നൗഷാദിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഇദ്ദേഹം പറഞ്ഞതിനൊക്കെ എന്താ മറുപടി? അത് ലീഗല്ലല്ലോ, പണം കൊടുത്തിട്ടാണ് ഇവിടെ മതം മാറ്റുന്നത്. അവരുടെ മറുപടികളുണ്ടല്ലോ യൂട്യൂബിൽ ക്രിസ്ത്യൻ സമുദായത്തെ ആക്ഷേപിച്ചത്. അതൊക്കെ BJPക്ക് വേണ്ടിയാ. അതായത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ അവർ ഏർപ്പാട് ചെയ്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കോ ആവശ്യമുള്ളതുകൊണ്ടാണ് അവരദ്ദേഹത്തെ തള്ളി പറയാത്തത്, അദ്ദേഹത്തെ തിരുത്താത്തത്. അദ്ദേഹം പറയുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ആ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന ഒരു ചെറിയ കാര്യമാണെന്ന് റെജി ലൂക്കോസ് വിചാരിക്കരുത്. കാരണം അതിലൊരു പ്രതീകമുണ്ട്. എന്താണ്? ആ നമ്പർ 1 കാറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ 1ാമത്തെ പൗരൻ്റെ കാറാണ്. ആ കാർ ഓടുന്നത് എൻ്റെയും നിങ്ങളുടെയും നികുതി കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് വഴി നിന്നപ്പോൾ കയറാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ അത്. അപ്പോൾ കയറ്റി കൊണ്ടുവരുമ്പോൾ അതിലൊരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തെയാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കുന്നത്. ആ അംഗീകാരം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ആർക്കും. സംസ്ഥാന മുഖ്യമന്ത്രി ആരെ കാറിൽ കയറ്റുന്ന അദ്ദേഹത്തിന് തീരുമാനിക്കാമോ? തീരുമാനിക്കാം. പക്ഷേ അതിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ ആലോചിച്ച് നോക്കൂ, നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ട് ഈ തരത്തിൽ നിലവാരമില്ലാതെ സംസാരിക്കുന്ന ഒരാളെ വെച്ചാൽ ആ നവോത്ഥാനത്തിന് എന്താണ് അർത്ഥം? ആ വാക്കിന് എന്താണ് അർത്ഥം? ഇദ്ദേഹത്തിന് എന്ത് നവോത്ഥാന തിരിയാം? ഇദ്ദേഹം ഏറ്റവും യാഥാസ്ഥിതികനും പിന്തിരിപ്പനായ ഒരാളല്ലേ? അങ്ങനെ സ്ത്രീവിരുദ്ധമായി സംസാരിക്കുന്ന ഒരാളല്ലേ? സമുദായങ്ങൾ തമ്മിൽ തെറ്റിക്കുന്ന തമ്മിൽ വർത്താനം പറയും. ഇതിനെയാണോ നവോത്ഥാനം എന്ന് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത്? പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോ നവോത്ഥാനം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ വിപരീതമായ ഒരാളെ അതിൻ്റെ ചെയർമാനാക്കുക. എന്താ അതിനർത്ഥം? അപ്പോൾ ഇതൊക്കെ താല്പര്യങ്ങളാണ്, അതിൽ വൈരുദ്ധ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. അങ്ങനെ വ്യാഖ്യാനം എനിക്ക് തരക്കേടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും, എനിക്ക് പറയാൻ പറ്റില്ല.